ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ കോമഡി നിറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സിനിമ ഡൊമിനിക്കാൻ്റെത് ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് ജനുവരി 21 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ്, സുസ്മിത ഭട്ട്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വിജി വെങ്കടേഷ്, വിനീത്, സിദ്ദീഖ്, ഷൈം ടോം ചാക്കോ, ലെന വിജയ് ബാബു, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ചിത്രം ആദ്യ ദിവസം കേരള കളക്ഷനായി 1,85,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 1,92,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ ദിവസം 4,10,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,20,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ 3,05,00,000 രൂപയാണ്. അതേസമയം രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ പുതിയ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും 3.5-4 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ ഇന്നലെ നേടിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യം 3 ദിവസം പിന്നിടുമ്പോൾ 4.5 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 11-11.5 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഗാനം റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ സുസ്മിത ഭട്ടിന്റെ നന്ദിത എന്ന കഥാപാത്രത്തിന്റെ മാർഗഴി എന്ന ഗാനം ആലപിച്ച് നൃത്തം ചെയ്യുന്ന വളരെയേറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട വീഡിയോ സോങ് ആണ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. മമ്മൂട്ടി, സുരേഷ് ഗോപി, ബാലങ്കേ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി MDയുടെ എക്കാലത്തെയും മികച്ച തിരക്കഥ, മികച്ച ക്ലാസിക് സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഒരു വടക്കൻ വീരകഥ എന്ന സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 7-നാണ് ഈ സിനിമയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമീപകാലത്ത് റീ റിലീസായി തിയേറ്ററിലെത്തിയ മമ്മൂട്ടി സിനിമകളൊന്നും തന്നെ തിയേറ്ററിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിച്ചിരുന്നില്ല. ഇനി ഒരു വടക്കം വീരകഥ എങ്ങനെയാവും എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ബസി എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഇടി മഴ കാറ്റ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങി. മിനി സ്ക്രീനിലൂടെ ശ്രദ്ധേയനായ അമ്പിളി എസ് രംഗനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. 2020 മാർച്ചിൽ റിലീസിംഗ് തീരുമാനിച്ചിരുന്ന ഈ സിനിമ കോവിഡിന്റെ വരവോടെ ചിത്രീകരണം മുടങ്ങി പെട്ടിയിലിരിക്കുകയായിരുന്നു. ഈ ജനുവരി പകുതിയോടെ ബാക്കി 10 ദിവസം കൊണ്ട് ഒറ്റ ഷെഡ്യൂളിൽ ചിത്രീകരണം പൂർത്തിയാക്കി ഫെബ്രുവരി 21 ഈ സിനിമ തിയേറ്ററിലെത്തുന്നതാണ്. വിനീത് ശ്രീനിവാസൻ നായകനായി M. മോഹനൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം. ജനുവരി 31 റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന ഈ റൊമാന്റിക് കോമഡി ചിത്രത്തിൽ നിഖില വിമൽ, ബാബു ആന്റണി എന്നിവരാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ DOP വിശ്വജിത്തും എഡിറ്റിംഗ് രാജൻ എബ്രഹാമുമാണ്. ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ഗുണ ബാലസുബ്രഹ്മണ്യനാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് ടോവിനോ നായകനാകുന്ന തന്തവൈബ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങി. മോഹസിൻ പെരാരിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ജിംഷി DOPയും വിഷ്ണു വിജയ് സംഗീതവും നൽകിയിരിക്കുന്നു. ചമൻ ചാക്കോയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.